അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ സ്വയം പരിഹാസ്യനാവുക എന്ന് പറയുന്നത് നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പരിഹാസ്യനാവുക എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലും പല കോലത്തിലുമുണ്ട്. പക്ഷേ നമ്മളൊരു വിഷയം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ജനറേഷൻ മാറ്റാണ്. വളരെയധികം എഡ്യൂക്കേറ്റഡായ വിദ്യാഭ്യാസമുള്ള എന്ത് പറയുമ്പോഴും എല്ലാ വശങ്ങളെക്കുറിച്ചും ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരു യുവസമൂഹത്തിന് മുമ്പിലാണെങ്കിൽ പൊതു തലമുറയുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പണ്ടൊക്കെ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളുന്നു. ഒരു കഥയായാലും ചരിത്രമായാലും പറയുമ്പോൾ അതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഞാനും നിങ്ങളും തയ്യാറാവാറില്ല, ചോദ്യം ചെയ്യാറില്ല. കാരണം അങ്ങനെയായിരുന്നു ഒരു കാലം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എന്തു പറയുമ്പോഴും അതിൻ്റെ എവിഡൻസ് അത് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ എന്തിനെങ്ങനെ പറയുന്നത് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദിൻ്റെ വീഡിയോസ് കണ്ടു. വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തറവയില്ല. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു. 4 മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ 156 രൂപ വെക്കുക. നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത്. 2 പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണിക്കഷ്ണം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തുൽ ഫത്ഹ് ഓതുക. പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു യാസീൻ ഓതി സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞ് പേഴ്സിൽ സൂക്ഷിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുകളും ദിക്റുകളും 14 ദിവസം പതിവാക്കുക. 1 മാസം കഴിഞ്ഞ് പൈസ ദാറുൽ ഹക്മിലേക്ക് അയച്ചു കൊടുക്കണം. ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴ്ചിലവുകൾ കുറയുന്നതാണ്. ഞാൻ പറയാം. അതായത് പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു പൈസ നോട്ട് 100 500 അങ്ങനെയുള്ള ഇത് അതെടുത്ത് 4 മടക്കായ കള്ളാസ് നിങ്ങൾക്ക് ബാക്കി കേട്ടിട്ടുണ്ടാവും. അതിൽ അത്തറ് പുരട്ടി വെച്ച് ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ കറൻസി ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം അത് തൻ്റെ സ്ഥാപനത്തിലേക്ക് ആ പൈസ നിങ്ങൾ ഹദിയ കൊടുക്കണം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാം. നേരെ ചൊവ്വേ കാര്യങ്ങൾ സ്ഥാപനങ്ങൾ എൻ്റെ വന്ദരാശയെ സ്ഥാപനം തുടങ്ങാൻ ഇരിക്കുന്നുണ്ട്. ലോകത്ത് അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ മുന്നോട്ട് പോകുന്നത് അഭീതകാംക്ഷികളായ നല്ലവരായ ദീനീ സ്നേഹികൾ തരുന്ന ഓരോ നാണയത്തുട്ടുകൾ കൊണ്ട് തന്നെയാണ്. അത് എനിക്കും നിങ്ങൾക്കും അറിയുന്നൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ ഇതിങ്ങനെ പറഞ്ഞ് ആ പറഞ്ഞതിന് മുമ്പിൽ പ്രാമാണികമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കേൾക്കുകയും കാണുകയും ചെയ്യും. ലാസ്റ്റ് ആ പൈസ നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തയക്കുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോയി. നമ്മൾ ഈ ഇങ്ങനെ പണ്ടാര ആവശ്യത്തിന് എത്തുകയും ചെയ്യില്ല. ഈ വളർന്ന് മൂക്ക് പിടിക്കാൻ പറയുന്നില്ലേ, കഴിഞ്ഞു. ഈ നേരെ ചൊവ്വേ പറയേണ്ട കാര്യങ്ങൾ ഈ വളർന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വേഷധാരികൾ വെള്ള വസ്ത്രം ഇട്ടിട്ട് ഉസ്താദുമാരുടെ ഇങ്ങനെ സ്വയം പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറേണ്ട ആവശ്യം എന്താണുള്ളത്? നിങ്ങൾക്ക് നേരെ ചൊവ്വേ പറയാം, ഇങ്ങനെ സ്ഥാപനമുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മുതാലിമീങ്ങളെ ആഫിലീങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഒരുപാട് ഹദീസുകൾ നമ്മൾ ഉസ്താദുമാർക്കറിയാം. അസ്സദഖത്തു റദ്ദുൽ ബലായ, ഇന്ന സ്വദഖത്ത ലതുത്ഫിഉ അളബർ റബ്ബി വതദ്ഫഉ മീതത്തുസ്സൂ. ആപത്തുകളെ വിപത്തുകളെ തടയും. ആപത്തുകൾ, ധർമ്മം എന്ന് പറയുന്നത് ആപത്തുകളെ വിപത്തുകളെ തടയും. അതുപോലെ റബ്ബിൻ്റെ കോപത്തെ ഇല്ലാതെയാക്കും, അപകട മരണങ്ങളെ ഇല്ലാതെയാക്കും. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ പ്രവാചകന്റെ ചെറിയിൽ കാണാം. ഇങ്ങനെ എന്തെല്ലാം പറയാം. അല്ലെങ്കിൽ ഇന്ന് സ്ഥാപനമുണ്ട്. നിങ്ങളാൽ കഴിയുന്നത് പോലെ അത്രേ പറയാൻ പറ്റും. നിങ്ങളാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളായ സമൂഹത്തോട് പറയാൻ, നിങ്ങളാൽ കഴിയുന്നത് പോലെ ഇതിലേക്ക് എന്നിട്ട് സ്കാനറോ അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിൾ പേ അക്കൗണ്ടോ
എന്തെല്ലാം ഏർപ്പാടുകളുണ്ട്, ഒക്കെലും മൂലയിലൊക്കെ സ്ഥാപനങ്ങളാണ്. ശരി തന്നെയാണ്. ഈ ഉമ്മത്ത് ഈ സമുദായത്തിൻ്റെ ഉന്നമനം അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് എന്നത് ഇത്തരം ദീനീ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് പോകും, ശരിയാണ്. പക്ഷേ ഇത് പറഞ്ഞു വരാൻ ഇങ്ങനെ വളഞ്ഞു പിടിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വയം പരിഹാസ്യതരാവല്ലേ നമ്മൾ ചെയ്യുന്നത്? ഉസ്താദേ ചോദിക്കുകയാണ്, നാളെ ഞാൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് പൈസ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നാളെ ഇതുപോലെ വന്നിട്ട് പറയാണ്, നിങ്ങൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ പാട് കിബിലക്ക് നേരെ മുന്നിടുക, എന്നിട്ട് ഒരു 11 പ്രാവശ്യം ഫാത്തിഹ ഓതുക, അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു വട്ടം ചെല്ലുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നിങ്ങൾ ബാക്കോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക? ഖുർആൻ എടുത്തിട്ട് ഖുർആൻ ഓതാൻ കാണാത്ത അറിയാത്തവരാണെങ്കിൽ, അറിയുന്നവർ കാണാണ്ട് അറിയുന്നവരാണെങ്കിൽ, കാണാതെ അറിയുന്നവരാണ് നോക്കിയിട്ട് കാണാതെ അറിയാത്തവരാണെങ്കിൽ അതുകൊണ്ട് ഖുർആൻ എടുത്തിട്ട് അലം നസ്റ സൂറത്ത് 7 പ്രാവശ്യം ഓതുക. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും എന്ന് ഞാൻ നാളെ പറഞ്ഞാൽ അത് അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ പ്രാമാണികമായിട്ട് അങ്ങനെ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞുള്ളൂ, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനിപ്പം പറഞ്ഞുള്ളൂ എന്ന പോലെ ഉസ്താദ് പറഞ്ഞ കാര്യം എവിടെയും പ്രാമാണികമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, പ്രിയപ്പെട്ട ഇങ്ങനെയുള്ള ഉസ്താദന്മാരോട് ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്ന് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞാൽ സ്ഥാപനമുണ്ട്, നിങ്ങൾ ഹദിയ ചെയ്യണം, സ്വതക്കയായി നിങ്ങളാൽ കഴിയുന്നത് പോലെ സഹകരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ആരാണ് സഹകരിക്കാതെ മാറി നിൽക്കുന്നത്? ആരുമില്ല. അതുകൊണ്ട് ഇത്തരം വേഷം കെട്ടലുകൾ ഒഴിവാക്കി ഈ സമൂഹത്തിന് മുമ്പിൽ സ്വയം ഒരു കോമാളി വേഷം കെട്ടി നിൽക്കാതെ, അല്ലെങ്കിൽ സ്വയം ഒരു കോമാളിയാവാതെ മാറി നിൽക്കലല്ലേ നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കേൾക്കുന്നവർക്ക്, ആ ഉസ്താദ് കേൾക്കുകയാണെങ്കിൽ, എന്നിങ്ങനെ ചെയ്യുന്ന ആര് തന്നെയാലും, വെള്ള വസ്ത്രധാരികളായ അല്ലേ, ഞാനും വെള്ള വസ്ത്രമാണ്, ഞാനും ഉസ്താദാണ്, ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്ന ആരായാലും ഈ വാക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഏതായാലും രണ്ടും നിങ്ങളുടെ ഇഷ്ടമാണ്, പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്.